ഡേ 3 മോർണിംഗ് അറ്റ് അബഹ. ഒരാള് ടെൻറ്റിൽ സെറ്റാണ്. ബാക്കി നമ്മൾ 3 പേരും സ്കൂളിനുള്ളിൽ ഒരു ക്ലാസ് റൂമിലാണ്. 2 പേര് എണീറ്റിട്ടില്ല, കിടന്നുറങ്ങണം. ചെന്ന് നോക്കാം. ഇതൊരു ഉറക്കോടെ എനിക്കിടേ. മണി എത്രയാണെന്നറിയാമോ? വെയിലിഞ്ഞടിച്ച്. ഗുഡ് മോർണിംഗ്. ഡേ 3 മോർണിംഗ്. ഇതെന്താ അറിയോ? അനാർ മാതള നാരങ്ങ സ്കൂളിലാണ്. യെസ്, ഡേ 3 ഇവിടെ ആരംഭിക്കുകയാണ്. പെട്ടിയും പൊക്കണമൊക്കെ ആയിട്ട് ഇറങ്ങി. അത് കൊള്ളാം. ഫുഡ് അടിക്കാനുള്ള പരിപാടിയിലേക്ക് കടക്കുകയാണ്. സൺറൈസ് ഹോട്ടൽ. കുഴപ്പമില്ല, ഞാൻ ഇന്നലെ കഴിച്ചതാണ്. രാവിലെ നല്ല സുഖമായിരുന്നു. ഡേ 1 തൊട്ട് ഫുഡടി മാത്രമാണ് നടക്കുന്നത്. ഫുഡ് അടിക്കുന്നു, വണ്ടി കയറുന്നു, പോകുന്നു. നമ്മൾ ആർട്ട് സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ്. ചക്രാന്ത ഫ്ലവേഴ്സ് ഒക്കെ ഉള്ള. പക്ഷെ ഇവിടെ ഫ്ലവേഴ്സ് കുറവാണ്. നിറച്ച് വേണമെന്ന് കൊണ്ട് ജമീനിലടിച്ച് കൊടുത്താൽ ജമീനിലടിച്ച് കയറ്റാന്നൊക്കെ പറയുന്നുണ്ട് ചെക്കന്മാര്. ഉള്ളത് വെച്ച് പോണം. അവിടെ വെച്ചാണ് ഞാൻ രേവതിയെ ആദ്യമായി കണ്ടത്. അവളുടെ ചിത്രങ്ങൾ എന്റെ ക്യാമറയിലല്ല പതിഞ്ഞത്, എന്റെ കണ്ണുകളിൽ, എന്റെ ഹൃദയത്തിൽ. You will never be this age again, so please do what makes you happy. Stop waiting for permission. Stop waiting for the right time. Stop waiting to feel ready. Take the trip. Start the thing. Tell the person. Wear the outfit. Try the new hobby. Life is happening right now, not someday, not when you're more prepared. Right now. And the older you get, the more you'll wish you had cared less about what people thought and more about what made you feel alive. So just do it. Be happy. Live fully. Because you only get one shot at being this version of yourself. നമുക്ക് സ്ട്രോബെറി ജ്യൂസ് വല്ലതും വാങ്ങിക്കല്ലേ? ഓക്കെ. ഇവിടെ ഫ്രഷ് സ്ട്രോബെറി ഉണ്ട്. ഇത് ഈ ഫാമിലായിരിക്കും അല്ലേ? പിന്നെ അല്ലാതെ നാളെ വാങ്ങാം. അസീർ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി കഴി നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള അൽ സൗദ വ്യൂ പോയിന്റ്. ഇവിടെ കേബിൾ കാറൊക്കെ ഉണ്ട്. നമ്മളിപ്പം ഈ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവാണ് ഗായ്സ്. ഓക്കെ, നമ്മളിവിടെ ഒരു മാർക്കറ്റ് വന്നു, അൽ സൗദ.
നമ്മൾ കാണാൻ ആഗ്രഹിച്ച സാധനം കണ്ടു. കാണിച്ചുതരാം ശാന്തരാഘവൻ. കോടാന്ന് പറഞ്ഞ ഇതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു കോട ആദ്യം ഫസ്റ്റ് ടൈം. മറ്റൊരു പ്രേക്ഷകൻ പറയുന്നത് തിരക്കൊഴിയുമ്പോൾ തിരിച്ചെടുക്കാമെന്ന് കരുതിയാൽ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആഗ്രഹിച്ച പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ജീവിതം ചെറുതാ, സമയം തീരെ കുറവ്. നവാസ് പറഞ്ഞത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. എല്ലാ തിരക്കുമൊഴിഞ്ഞാട്ട് ഒരു യാത്ര പോകാൻ ആരെങ്കിലും വിചാരിച്ചാൽ ഒരിക്കലും ആ യാത്ര നടക്കില്ല. അഥവാ തിരക്കൊഴിഞ്ഞിട്ടൊരു യാത്ര പോകാമെന്ന് കരുതിയ മനുഷ്യരാരും യാത്ര ചെയ്തിട്ടില്ല. തിരക്കുകൾക്കിടയിലാണ് യാത്രയ്ക്ക് സമയം നമ്മൾ കണ്ടെത്തുന്നത്. കുറച്ചൊക്കെ സമയം മാറ്റിവെക്കണം. ലോകത്തെ അറിയാൻ വേണ്ടിയാണ് നമുക്ക് ബുദ്ധി തന്നത്. ലോകം കാണാൻ വേണ്ടിയാണ് കാഴ്ച തന്നത്. ലോകത്തിൽ നടന്നു പോകാൻ വേണ്ടിയാണ് കാലുകൾ തന്നത്. ലോകത്തെ നല്ല രുചി വിഭവങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയാണ് നമുക്ക് നല്ല രുചിയും ഭക്ഷണവും വിശപ്പും ഒക്കെ തന്നത്. ഇതൊന്നും അറിയാതെ ഇങ്ങനെ തീർന്നു പോയിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് യാത്ര ചെയ്യണം. നമ്മളപ്പോൾ ക്ലൗഡ് കോർണിഷിൽ നിന്ന് പോവാണ്. ഫുള്ള് വൈബാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത. നമ്മള് കാരണം താഴത്തിലെല്ലാം എത്തിയപ്പോഴും പല സ്പോട്ടിൽ പോയപ്പോഴും നമുക്ക് ക്ലൗഡ് കിട്ടിയില്ല. അതെ, കോട കിട്ടും വിചാരിച്ച് പോയി കിട്ടിയില്ല, ചൂടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എല്ലാം വർക്കായിരുന്നു. എല്ലാം വർക്കായി. അപ്പോൾ ഇനി നെക്സ്റ്റ് എവിടെ പോകണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്കിനി 2 സ്ഥലങ്ങൾ ബാക്കിയുണ്ട്, റിജാൽ അൽമൈൻ, ഹണി കോട്ടേജ്. അപ്പോൾ പ്രസന്റ്ലി നമ്മളിപ്പോൾ അഭയാണ് ഉള്ളത്. നമ്മൾ തിരിച്ച് അഭയ പോയിട്ട് ഒരു സ്റ്റേ ആണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പൂമോൻ്റെ കളി കാണും. പൂമോൻ എൻ്റെ കസിനാണ്. അപ്പോൾ പഴയ ഫുട്ബോൾ കളിയുണ്ട്, അപ്പം അതും കൂടെ നമ്മൾ വൈബാക്കാം. ഇന്ന് ഡേ 3 അല്ലേ? ഡേ 3 നൈറ്റ് ഫുഡ് അടി വീണ്ടും. ഇന്ന് നമ്മൾ അറബിക്കാണ് പിടിക്കുന്നത്. അറബിക്ക് വിളിച്ചു. ഉണ്ട്, ഇനി വരെ ഐറ്റം വരാൻ കിടക്കണം.